ലക്ഷദ്വീപ്. ആദ്യം തന്നെ അതിൻ്റെ അർത്ഥം നോക്കാം. ലക്ഷം ദ്വീപ്, അതായത് 1,00,000 ദ്വീപ് എന്നതാണ് ലക്ഷദ്വീപിൻ്റെ അർത്ഥം. ഇത് ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. അവിടെ ഓർക്കേണ്ട കാര്യം, ഏറ്റവും ചെറിയ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അത്തരത്തിൽ ലക്ഷദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഏതൊരു പ്രദേശത്തിനും അതിൻ്റെ ഒരു തലസ്ഥാനമുണ്ടായിരിക്കും, ക്യാപിറ്റൽ. അതുപോലെ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് കവരത്തി. കോറൽ ദ്വീപ് ലക്ഷദ്വീപിൻ്റെ വിശേഷണങ്ങളിൽ പ്രധാനമാണ്. പവിഴദ്വീപും എന്നും ലക്ഷദ്വീപ് അറിയപ്പെടുന്നു. ഉഷ്ണമേഖലാ പറുദീസ എന്നാണ് ലക്ഷദ്വീപ് അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലയുടെ പറുദീസ. അനേകം ദ്വീപുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ്. ദ്വീപ സമൂഹം എന്ന് ഇതിനെ പേരിട്ട് വിളിക്കാം. ഇവിടെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് കവരത്തിയാണ്. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് കവരത്തിയാണ്. അടുത്തത്, കേരള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്, നിരീക്ഷണ പരിധിയിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിമാനത്താവളമാണ് അഗത്തി. ലക്ഷദ്വീപിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മിനിക്കോയ്.